റോയ്ചായ, കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ള വലിയ ചർച്ച നടക്കുകയാണ്. എംഎൽഎമാരെല്ലാം AICC നിരീക്ഷകരെത്തി കാണുകയും ചെയ്തു. ഒരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ എന്തു പറഞ്ഞു എന്നുള്ള എല്ലാം പരസ്യമാവുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കോൺഗ്രസിന്റെ രഹസ്യമായ ചർച്ച. അല്ല, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഈ മുകുൾ വാസനിക്കിന്റെ കയ്യിൽ ഈ അഭിപ്രായം ചോദിച്ച MLA-മാരുടെ പേരടങ്ങിയ ഒരു ലിസ്റ്റ് പുറത്തു വന്നത്. അതിൻ്റെ ഫോട്ടോയാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അത് പണം അടിച്ച് വരികയൊക്കെ ചെയ്ത്. അപ്പോൾ അതിനകത്ത് 8-10 MLA-മാർ ആരെയാണ് പിന്തുണച്ചു എന്നൊക്കെയുള്ള രീതിയിൽ KC, RC, VD എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന പടമാണ് പുറത്തു വന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇന്നത് വലിയ തോതിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഖാർഗെയെ കണ്ട് മടങ്ങിയ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയെ കണ്ട് മടങ്ങിയ ഈ നിരീക്ഷകരായ മുകുൾ വാസനിക്കും അജയ് മാക്കനും ഈ കാര്യത്തിനകത്ത് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് മുകുൾ വാസനിക്കിന്റെ കയ്യിലിരിക്കുന്ന പണമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അടിച്ചു വന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ആ കോപ്പി ഫേക്കാണ്, അങ്ങനെ ഒരു ലിസ്റ്റ് അപൂർണമാണ്, അതിനകത്ത് അതൊരു വാസ്തവമല്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അത് ഒഴിഞ്ഞത്. പക്ഷേ ശ്രീജിത്ത് ചോദിച്ചു പോലെ അതിനകത്തൊരു രഹസ്യാത്മകതയുണ്ട്, ഒരു രാഹിത്യത്തിൻ്റെ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. കാരണം ഇത്ര ലാഘവത്തോടുകൂടിയാണോ നിങ്ങൾ നിയുക്ത MLA-മാരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം, അല്ല അവരുടെ ഇംഗിതം അറിഞ്ഞതിന് ശേഷം ഉള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണോ, ഇത്ര ലാഘവത്തോടു കൂടിയാണോ തയ്യാറാക്കുന്നത്? പിന്നെ ഇതിനൊരു സ്വകാര്യത ഉണ്ടല്ലോ. എപ്പോഴും ഒരു MLA ആയി വരുന്ന ഒരാൾ ആരാകണം നേതാവ് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന പ്രതികളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പരസ്യമാക്കാമോ? അതല്ല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരുണ്ട്, അയാള് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് അതിൽ. അപ്പൊ ഇതിനകത്തൊരു സ്വകാര്യതയുടെ ഒരു ലംഘനമുണ്ട്, അതേപോലെ തന്നെ വിശ്വാസ്യതയുടെ ലംഘനമുണ്ട്. അതായത് അവർ വളരെ രഹസ്യമായിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് പോയത് ഈ തരത്തിൽ പുറത്തു വരുന്നു. ഇന്ന് രാവിലെ സണ്ണി ജോസഫിനോട് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് അത് തെറ്റാണെന്നോ അങ്ങനെ ഇന്നയാളെ KC വേണുഗോപാലിനെ പിന്തുണച്ചോ ഇല്ലയോ എന്നൊന്നും വ്യക്തമായിട്ട് പറയാനും തയ്യാറാവുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഇതൊരു എന്താണ് തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം പക്ഷേ റദ്ദാക്കി KPCC പ്രസിഡന്റ്. അപ്പൊ അങ്ങനെ മൊത്തത്തില് ഒരു വിശ്വാസ്യത തകർന്നതിന്റെ ഒരു ലക്ഷണമുണ്ട്. പിന്നെ ഈ നടന്നതെല്ലാം ഒരു നാടകമായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. കാരണം നിങ്ങൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ച MLA-മാരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്രത്തിൽ ആൾക്കാർ വരേണ്ട ഒരു സ്ഥിതി ഒരു വശത്ത്. മറുവശത്ത് എവിടെയാണ് ഈ MLA-മാർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം കിട്ടിയത്? അതിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെട്ട് അത് പുറത്താവുന്നു. അപ്പോൾ ഇനി നാളെ ഈ ഇതിലൊന്നും പെടാത്ത ഇവർ വോട്ട് ചെയ്ത അല്ലാത്ത ഒരാൾ വരുവാണെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുമോ എന്നുള്ള സംശയം പോലും പലർക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഉദുമയിൽ നിന്ന് ജയിച്ചു വന്ന നീലകണ്ഠൻ എന്ന് പറയുന്ന MLA പറയുന്നു എൻ്റെ അഭിപ്രായം അതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അത് പ്രതിനിധികളായിട്ട് വന്നവർക്ക് അതിനകത്ത് സൂക്ഷിക്കേണ്ട ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവ്. അവർ ഇത്തരം ഒരു രേഖകൾ കൊണ്ട് നടക്കുന്നത് വളരെ ലാഘവത്തോടു കൂടി കാണുന്നവരൊക്കെ കാണിച്ചുകൊണ്ടും ഒക്കെ പോകുന്നത്. അതിനകത്തൊരു ആ മാധ്യമ ഫോട്ടോഗ്രാഫറെ കുറ്റം പറയാൻ പറ്റില്ല, അയാളുടെ പണിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ അത് ചർച്ചയായതും. അതൊരു എക്സ്ക്ലൂസീവ് വിഷ്വൽ ഒരു ചിത്രമായിരുന്നു. അത് ഇന്ന് ഇന്ത്യ ആകെ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് ഒരു പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ളതിൽ അവരായിരുന്നു അതിനകത്ത് ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ജാഗ്രതയോടുകൂടി ആ ലിസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അത് നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഇതിനകത്ത് നമ്മളൊരു കാര്യം കാണേണ്ടത്, ഈ ഇപ്പം നീലകണ്ഠൻ പറഞ്ഞതിനടുത്താണ് പലപ്പോഴും നിൽക്കുന്നത്. നീലകണ്ഠൻ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് തന്നെ ഈ ഇടപാടിനകത്തെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലാണ്. അയാൾ ഒരാളുടെ പേര് പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നുള്ള ന്യായമായ ചോദ്യമുണ്ട്. അത് അയാൾ ചോദിക്കുകയും ചെയ്തു, പരാതി കൊടുത്തിട്ടുണ്ട്, AICC-ക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു തരത്തിലും ഒരു സീരിയസ് ആയിട്ട് നടത്തിയ ഒരു പരിപാടിയല്ല ഈ തലയെണ്ണൽ എന്ന് പറയുന്നതെന്ന് തോന്നിപ്പോകുന്നു. തീരുമാനം എടുത്തിട്ട് നടത്തിയ നാടകമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് തോന്നുന്നു. അത് തന്നെ. ഇനി അങ്ങനെ സംഭവിച്ചതാണോ, ഞങ്ങൾ ഇനി ജനങ്ങളുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം ചോദിച്ചില്ല എന്നുള്ളതിന് വേണ്ടി ഒരു പൊടിയിടൽ പരിപാടിയായ കണ്ണൽ പൊടിയിടൽ പരിപാടിയാണോ ഈ നടന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ
കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ MLA-മാരെയും MP-മാരെയും ഒക്കെ കാണാൻ വിട്ട ഒരു പ്രതിനിധി സംഘം ഇത്തരത്തിൽ പിന്നെ പലരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച ശേഷം അത് രേഖപ്പെടുത്താതിരിക്കുക, അതെടുത്ത് പുറത്തിടുക, അത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു ശരികേടായിട്ടാണ് തോന്നുന്നത്. സാധാരണഗതിയിൽ ഏതൊരാൾക്കും അതൊരു ശരികേടായിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ കോൺഗ്രസ് നേതൃത്വമാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നത്. അല്ല, ഇവിടുത്തെ തലയെണ്ണെല്ലാം കഴിഞ്ഞു, ഇനി എല്ലാം ചർച്ച ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിലെങ്കിലും ഇതിലൊരു സൊല്യൂഷൻ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ല, അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ആണ്. പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഓപ്പറേഷൻസുകൾ നടത്തുകയാണ്. ഒരു വശത്ത് സംസ്ഥാനം ഒട്ടാകെ പിന്നെ ഒരാളെ ആക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഫ്ലെക്സ് വിപ്ലവം നടക്കുന്നു. മറുവശത്ത് അതേപോലെ തന്നെ എതിരാളികളെല്ലാം തന്നെ ഫ്ലെക്സ് വെക്കുന്നു. നാടാകെ ഫ്ലെക്സ് കൊണ്ട് പ്ലാസ്റ്റിക് മയമായിട്ട് നിൽക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് VD സതീശനെ പിന്താങ്ങുന്നവർ സതീശന് വേണ്ടി പിന്നെ തെരുവിലിറങ്ങി ബഹളം കൂട്ടുന്നു. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ വേണുവിന് വേണ്ടിയും ആൾക്കാർ തെരുവിലിറങ്ങുന്നു. MLA-മാർ അവരുടെ സ്വതന്ത്ര അഭിപ്രായം പറയുന്നു. പിന്നെ ഇതൊക്കെ തന്നെ നടക്കുകയാണ്. അപ്പം ഇത് ഇന്ന് K. മുരളീധരൻ പറഞ്ഞ പോലെ നാട്ടുകാർ ഇതൊക്കെ കണ്ട് രസിക്കുകയാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്ക് ഇതൊരു പുതുമ അല്ല. കാരണം ഇതിൽ അപ്പുറത്തേക്കാട്ടിലും വൃത്തികേടുകളും ഒക്കെ തന്നെ നടന്ന പാരമ്പര്യമുണ്ട്, നടക്കാറുമുണ്ട്. ഈ KPCC ഓഫീസിന്റെ മുമ്പിൽ തന്നെ നടന്നിട്ടുണ്ട്. അത് തന്നെ 2004 ആ സംഭവം ഉണ്ടായത്. പിന്നെ K. കരുണാകരന്റെ ഗ്രൂപ്പിൽ നിന്ന് 2 പേർക്ക് കൊല്ലത്തും എറണാകുളത്തും 2 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്തതിന്റെ പേരിൽ അന്ന് ഇപ്പോൾ കഴക്കൂട്ടത്ത് മത്സരിച്ച T. ശരത്ചന്ദ്ര പ്രസാദും ഇപ്പോഴത്തെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും ഇതിന്റെ വാതിക്കല് സത്യാഗ്രഹം കിടന്നു. ദിവസങ്ങളോളം കിടന്നു. അത് വലിയ വാർത്തയായി, ദേശീയ തലത്തിലൊക്കെ വലിയ വാർത്തയായി. അന്ന് AK ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ സത്യാഗ്രഹം കിടന്നതിന്റെ ഫലമായിട്ട് എന്താണ്, കേരളം മുഴുവൻ കോൺഗ്രസ് തോറ്റു, ഒറ്റ സീറ്റിൽ പോലും ജയിച്ചില്ല. അപ്പൊ അതാണ് പാർട്ടിയിലെ ഒരു അച്ചടക്കമില്ലായ്മയുടെ 100 ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ ബാലറ്റ് എണ്ണിയതിന്റെ മണം പോകുന്നതിന് മുമ്പ് തന്നെ തെരുവിൽ ഇറങ്ങി കഴിഞ്ഞു. സ്വന്തം നേതാക്കൾക്കെതിരായിട്ട് ചീത്തവിളി, സ്വന്തം നേതാക്കളുടെ പോസ്റ്ററെ കരിയോയിലൊഴിക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ പോയി ഒരുത്തൻ അവിടെ കൊണ്ടുപോയി വേണുഗോപാലിനെതിരായിട്ട് ഖാർഗെയുടെ വീടിന്റെ വാതിക്കെ കൊണ്ട് ഫ്ലക്സ് വെക്കുന്നു. ഇതൊക്കെ നടക്കുകയാണ്. ഒരു വശത്ത് ഒപ്പിടിയിൽ നടക്കുന്നു, പരാതി അയക്കുന്നു, എല്ലാം നടക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് ആയിട്ട് ഇത് നാട്ടുകാർക്ക് ഇതിനകത്തൊരു പുതുമയോ കൗതുകമോ ഒന്നും തോന്നാറില്ല. എന്തും ചെയ്യും. ദേശീയ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടൊക്കെ തന്നെ കൊടി പിടിക്കാനും മുദ്രാവാക്യം മുഴക്കാനൊന്നും അവർക്ക് മടിയില്ല. കാരണം അച്ചടക്കം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും ആർക്കും ഒരു പുതുമ തോന്നാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പോൾ ഇവരെല്ലാവരും മറന്നു പോകുന്നത്, ഇവരെ വോട്ട് ചെയ്ത് ജനങ്ങളെ 1 കോടി വോട്ടാണ് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 1 കോടി വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത്. അപ്പൊ അതിനകത്ത് അത്രയും വോട്ട് വാങ്ങി നൽകിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത്. അത് മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വോട്ട് തന്ന ഇതുപോലെ തെരുവിൽ അടികൂടാനല്ല, ആ ജനാധിപത്യപരമായ രീതിയിൽ ഭരണഘടന അനുസരിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് ഭരണം തുടങ്ങേണ്ട സമയമാണ്. ഇന്നിപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് 4 ദിവസമായി. 4 ദിവസമായിട്ടും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടുപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിലേക്ക് അവർ കടക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്നാൽ, കേരളത്തിലെ MLA-മാരുടെ ഇടയിൽ അവരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി, അവരുടെ ഇടയിൽ അങ്ങനെ ആരെയാണ് താല്പര്യം, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അതിനകത്തുനിന്ന് 63 പേരുണ്ട്. 63 പേരിൽ ആരെയാണോ ഭൂരിപക്ഷം പേര് പിന്നെ പിന്തുണയ്ക്കുന്നത് അവരെ ആക്കിയാൽ പോരെ. അതിന് പകരം പിന്നെ ഡൽഹി നാളിനെ കെട്ടിയിറക്കാൻ നോക്കുന്നു, ഇവിടെ ഒന്ന് വോട്ട് പിടിക്കുന്നു. മൊത്തത്തിൽ ഒരു അലമ്പും പിന്നെ അശ്ലീലകരമായ പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ റിയാക്ഷൻ ജനം ഏത് രീതിയിലാണ് പെരുമാറുന്നത് നമ്മളിവിടെ കണ്ടത്. 10 വർഷം രാജാവിനെ പോലെ വാണ ഒരാളെ എടുത്ത് പിന്നെ കരിയാപ്പല ഇപ്പൊ എടുത്തെറിയുന്ന പോലെ എടുത്തെറിഞ്ഞ ജനങ്ങളാണ് കേരളത്തിലേത്. അപ്പം ഇവരോട് ഇതൊന്നും ചെയ്യാൻ അധികം നേരം വേണ്ട. കാരണം അത്രയും പോലും രാഷ്ട്രീയ ശക്തി ഇല്ലാത്ത ഒരു മുന്നണി എന്നുള്ളതിൽ ജനങ്ങൾ ഇവരെ ശിക്ഷിക്കാൻ ഉള്ള ഇടയാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.